ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എൻവോൺ വ്ളോഗ്സ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബെറ്റ ഫിഷിൻ്റെ ബ്രീഡിംഗ് ആണ്. ഞാൻ വളരെ കാലമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒന്നാണ് ബെറ്റ ഫിഷിൻ്റെ ബ്രീഡിങ്ങിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ. അപ്പം ഇന്നാണ് അതിൻ്റെ അവസരം കിട്ടിയത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ബെറ്റ ഫിഷിൻ്റെ ബ്രീഡിങ്ങിനായിട്ട് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് നല്ല ആക്റ്റീവായിട്ടൊരു മെയിലാണ്. അപ്പം ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബെറ്റ ഫിഷിൻ്റെ മെയിൽ. സിൽവർ കളറും അതുപോലെ റെഡ് കളറോടെ കോമ്പിനേഷൻ ചെയ്തൊരു മെയിലാണ്. അതുപോലെ ചെറുതായിട്ട് ഇയറും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബ്രീഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഞാൻ ഏകദേശം 7 ദിവസം ആൽമണ്ട് ലീഫ് വാട്ടറിലും പിന്നെ കുത്താടിയും മൊയിനെയും കൊടുത്ത് കണ്ടീഷൻ ചെയ്യുന്ന മെയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 7 ദിവസം കണ്ടീഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഒരു 5 ദിവസത്തിൽ കുറയാതെ കണ്ടീഷൻ ചെയ്യാൻ നോക്കുക. അപ്പം നമുക്കിനി അടുത്തത് ഫീമെയിലിനെ കാണാം. ഗൈസ്, ഇതാണ് ബെറ്റ ഫിഷിൻ്റെ ഫീമെയിൽ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിന് ഒരു ബ്ലൂ കളറും പിന്നെ ഡംബോയറുമാണ്. ഇത് ഏകദേശം ഒരു 7 ദിവസം നമ്മൾ കണ്ടീഷൻ ചെയ്തതാണ്. ഇതിൻ്റെ കണ്ടീഷനിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഉടനടി കിട്ടാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ ഈ ഒരു ഗ്ലാസ് ടാങ്കിനകത്താണ് നമ്മൾ ബ്രീഡ് ചെയ്യാൻ പോകുന്നത്. ഇത് ഏകദേശം അത്യാവശ്യം ഹൈറ്റും നല്ല സ്പേസുള്ളൊരു ടാങ്കാണ്. നമ്മൾ ചെറിയ ലൈറ്റ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ രാത്രിയൊക്കെ നോക്കണമെങ്കിൽ അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് അതിന് നമ്മൾ ഒരു 4 ദിവസം ആൽമണ്ട് ലീഫും വാഴയിലും കൂടെ ഇട്ട് വെച്ച നമ്മൾ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ടാങ്കിലേക്ക് നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു വിരലിൻ്റെ അത്ര ഹൈറ്റിലേ നമ്മൾ വെള്ളം ഒഴിക്കുന്നുള്ളൂ. അതായിരിക്കും പെട്ടെന്ന് ബ്രീഡാവാൻ നല്ലത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മെയിലിനെ ഇറക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ മെയിൽ ഫിഷിനെ ഇതിനകത്തേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പം അത് ഫീമെയിലിനെ അതുപോലെ തന്നെ നമ്മുടെ ബബിൾ നെസ്റ്റ് ഇടാനായിട്ട് ഗ്ലാസ് പേപ്പറും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ജാറിലേക്കാണ് ഞാൻ ഇപ്പോൾ ഫീമെയിലിനെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിനകത്താകുമ്പോൾ പെട്ടെന്ന് മെയിലിന് കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ ട്രാൻസ്പെരൻ്റ് ആണ്. നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മെയിലിൻ്റെ ടാങ്കിലെ വെള്ളവും ഈ ഒരു ജാറിലെ വെള്ളവും എപ്പോഴും ഒരേ ലെവലായിരിക്കണം. ഇപ്പോൾ ഞാൻ എടുത്ത വെച്ച് കൂടിപ്പോയിട്ടുണ്ട്. നമുക്ക് ലെവലാക്കി കൊടുക്കാം. ഇപ്പോൾ ലെവലായിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമുക്ക് ഇതിനകത്തോട്ട് ഫീമെയിലിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ഇതിനകത്തേക്ക് ഫീമെയിലിന് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ വെയിറ്റിംഗ് ആണ്. ഏകദേശം 24 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ മെയിലിന് ബബിൾ നെസ്റ്റ് ഇടാനായിട്ട് ഇതേപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വെള്ളത്തിന് മണ്ടയിലേക്ക് നിങ്ങൾ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. കാറ്റുള്ള സ്ഥലത്തൊക്കെയാണെങ്കിൽ നമ്മൾ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുക്കണം. ടേപ്പ് വെച്ച് ഒട്ടിക്കുന്ന എപ്പോഴും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഫാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം വെറുതെ ഇങ്ങനെ ഷീറ്റ് മേളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി 24 മണിക്കൂർ ശേഷം കാണാം. ഗൈസ്, ഇന്ന് 26 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് കൊടുത്തതിനകത്ത് ബബിൾസ് ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ആൾ ബബിൾസ് നിറച്ചിട്ട് വെച്ചിട്ടുണ്ട്. സൈഡിൽ നോക്കുവാണെങ്കിൽ സൈഡിൽ ക്ലിയർ ആകാൻ സാധ്യതയില്ല. പക്ഷേ നല്ല രീതിക്ക് അവിടെ ബബിൾ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിനകത്ത് ഫീമെയിലിനെ റിലീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫീമെയിലിനെ റിലീസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫീമെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മെയിൽ നല്ലതായിട്ട് തന്നെ ഫീമെയിലിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. നമുക്കിപ്പം പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ അടുത്ത് മാറ്റാം. നമ്മൾ ഒരു ഏകദേശം ഒരു 3-4 മണിക്കൂറിന് ബ്രീഡാവുമെന്നാണ് വിചാരിക്കുന്നത്. ഒരു 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടിട്ട് ഏകദേശം 1-1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം വന്ന് നോക്കുവാണെങ്കിൽ ഇപ്പം ബ്രീഡിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സ് ഒന്നും ആയിട്ടില്ല. അപ്പം ഫീമെയിലിന് നല്ല സൈസ് ആയതുകൊണ്ട് മെയിലിന് നല്ലതായിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തിന് ശേഷം ആവുമെന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം. നമുക്ക് കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് നോക്കാം. ഏകദേശം നമ്മൾ ബെറ്റ ഫിഷിനെ ബ്രീഡിങ്ങിന് ഇട്ടിട്ട് ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ എക്സ് എല്ലാം ആയിട്ടുണ്ട്.
നമ്മളൊരു 2.5 മണിക്കൂറിന് മുമ്പ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം എഗ്സ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം നല്ലതായിട്ട് തന്നെ എഗ്ഗ് വരുന്നുണ്ട്. അതുമല്ല മെയിൽ ഫീമെയിലെല്ലാം നല്ല ആക്റ്റീവാണ്. ഗായ്സ് അങ്ങനെ ഇപ്പം 4 മണിക്കൂറോളം നീണ്ടു നിന്ന നമ്മുടെ ബെറ്റാഫിഷിൻ്റെ ബ്രീഡിങ് ഇവിടെ കംപ്ലീറ്റ് ആയി കാണും. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ മുട്ടയെല്ലാം ഇങ്ങനെ സൈഡിൽ കൂട്ടി വെച്ചേക്കുന്നത്. ഇപ്പോൾ ഏകദേശം മെയിൽ ഇത് ഫെർട്ടിലൈസ് ചെയ്ത് ഏകദേശം വിരിയാനായിട്ട് ഏകദേശം 48 മണിക്കൂർ എടുക്കും. അപ്പം 48 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് നിന്നിപ്പം ഫീമെയിലിനെ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗായ്സ് നമുക്ക് ഏകദേശം 48 മണിക്കൂർ കഴിഞ്ഞ് കാണാം. അപ്പോൾ ഗായ്സ് നമ്മളെ ബെറ്റാഫിഷിൻ്റെ ബ്രീഡിങ്ങിനായിട്ട് ഇപ്പം എഗ്സ് ഇട്ടിട്ട് ഇപ്പം 48 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കാണാം നമ്മളെ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ വിരിഞ്ഞിട്ടുണ്ട്. ഇപ്പം ബബിൾ നെസ്റ്റിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് വരും, മെയിൽ അത് എടുത്ത് മേളിൽ കൊണ്ടുപോകും. അതേ കണക്കത്തൊരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഏകദേശം ഫ്രീസിങ് ആവാനായിട്ട് ഏകദേശം ഇനി വീണ്ടും ഒരു 48 മണിക്കൂർ എടുക്കും. എന്നിട്ട് നമുക്കിനി ആർട്ടിമ ആയാലും ഇൻഫോസോറി ആയാലും ഫീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് 48 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് മെയിലിന് ഇപ്പം പെല്ലറ്റ് ഫുഡ് അല്ലാതെ ലൈഫ് ഫീഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ കൂത്താടി ഫീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വലിയ സൈസുള്ള കൂത്താടി ഇതിലേക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ ഫിഷ് ചിലപ്പോൾ തിന്നാൻ സാധ്യതയില്ല എന്നാൽ അത് കുഞ്ഞുങ്ങൾക്കൊരു പ്രശ്നമാണ്. ഇപ്പം വലിയ സൈസുള്ള കൂത്താടി ഫീഡ് ചെയ്യാതിരിക്കുക. മൊയിനെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ആർട്ടിമയാലും കുഴപ്പമില്ല. അപ്പം നമുക്കിനി 48 മണിക്കൂറിന് ശേഷം കാണാം. ഇപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത 48 മണിക്കൂർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മെയിലിനെയും അതുപോലെ തന്നെ നമ്മൾ ബബിൾ നെസ്റ്റിനായിട്ട് ഇട്ടുവിട്ട കവറും അപ്പോൾ നമുക്ക് ആ ബബിൾസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ബബിൾസ് റിമൂവ് ചെയ്യണമെന്നില്ല, കവർ മാറ്റി അതിൻ്റെ കൂടെ തന്നെ മാറിക്കോളും. അപ്പം കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ഫ്രീസുമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആർട്ടിമയ ഇൻഫോസോറിയ അങ്ങനെ ഫീഡ് ചെയ്യാം. മൊയിനെ ഇപ്പോൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ആർട്ടിമയ അതുപോലെ ഇൻഫോസോറിയ ഫീഡ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഏകദേശം 200 ലൈക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ആർട്ടിമയ ഇല്ലാതെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഈ കുഞ്ഞുങ്ങൾക്കൊന്ന് ഫീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏകദേശം രാത്രി 7 മണിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ നാളെയാണ് ഇപ്പോൾ ഫീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിമയ നമ്മൾ ഹാച്ച് ചെയ്യുന്നതാണ് ഞാൻ ഇപ്പോൾ മുമ്പേ കാണിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആദ്യമേ ആർട്ടിമയാണ്. ആർട്ടിമയ അത്യാവശ്യം നല്ലൊരു ലൈഫ് ഫീഡാണ്. അപ്പോൾ ഇൻഫോസോറിയ ഫീഡ് ചെയ്യുകയാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ നാളെ ഫീഡ് ചെയ്യാൻ പോകുന്നത് ആർട്ടിമയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബ്ലൂ റിങ്ങിൻ്റെ ആർട്ടിമയ ക്യാപ്സൂളാണ്. ഇത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മളെ വീഡിയോ എത്രത്തോളമായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇപ്പം ബെറ്റാഫിഷിൻ്റെ കണ്ടീഷൻ്റെ വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.